എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നെൽസൺ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നെൽസൺ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കമ്പ്യൂട്ടർ സംബന്ധമായ ടെക്നിക്കൽ വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ 2 പ്രൊഡക്റ്റുകളാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫിംഗേഴ്സ് എന്ന ബ്രാൻഡ് വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ കാരണം IT പ്രൊഡക്റ്റുകളിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ATX ക്യാബിനറ്റ് മാത്രം, പവർ സപ്ലൈ മാത്രം, അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകൾ നമുക്കിന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. IT പ്രൊഡക്റ്റുകൾ മാത്രമല്ല, മൊബൈൽ ആക്സറീസ്, അതായത് മൊബൈൽ മേഖലയിലും പോലും ഒരുപാട് ഹെഡ്സെറ്റുകൾ, ചാർജറുകൾ, അങ്ങനെ എല്ലാത്തിലും നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് ഫിംഗേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവരുടെ പ്രൊഡക്റ്റുകൾ പുതിയത് വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ എടുത്ത് നമ്മൾ റിവ്യൂ ചെയ്യാൻ നോക്കുന്നത്. നമുക്കൊരു ബുക്ക്ലെറ്റ് അവർ തന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് സ്പീക്കേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസും അവർ കൊടുത്തിട്ടുണ്ട്. ഹെഡ്സെറ്റുകളുടെ മൗസ്, കീബോർഡ്, ഇയർഫോൺ, പിന്നെ അതുപോലെ തന്നെ പോർട്ടബിൾ സ്പീക്കേഴ്സ്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അടുത്തായിട്ട് ഈ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്കും കാണാൻ കഴിയുന്നതാണ്, ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോ 2 പ്രൊഡക്റ്റുകളുടെ അൺബോക്സിങ് റിവ്യൂ വീഡിയോ ആണ്. അപ്പം നമുക്ക് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഒന്ന് ഫിംഗേഴ്സിൻ്റെ ഒരു വെബ് ക്യാമറയാണ്. ഇറങ്ങാനായിട്ട് കുറച്ച് ഡിലേ ആയെങ്കിലും നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അവരിത് ഇറക്കിയിരിക്കുന്നത്. പിന്നെ വരുന്നത് ഫിംഗേഴ്സിൻ്റെ ഒരു ഹെഡ്സെറ്റ് ആണ്. ഇത് കുറച്ച് മുൻപത്തെ മോഡൽ തന്നെയാണ്. നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിരുന്നില്ല എന്ന് മാത്രം. വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വിറ്റ് തീരുന്നത് കൊണ്ട് നമുക്ക് റിവ്യൂ യൂണിറ്റ് പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം. ഇതേപോലെ നല്ലൊരു പണ്ടത്തെയൊക്കെ നോക്കിയ മൊബൈലൊക്കെ വാങ്ങുമ്പോൾ നല്ലൊരു ബോക്സ് കിട്ടാറുണ്ട്. ഇപ്പോഴും നല്ല ബോക്സ് കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു ഓർമ്മ വന്നു. അതായത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ബോക്സിലാണ് ഇത് നമുക്ക് തരുന്നത്. ഇതിന് MRP വരുന്നത് 2999 രൂപയാണ് MRP വരുന്നത്. ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് ഫിംഗേഴ്സ് 1080 HIRES വെബ്ക്യാം എന്നാണ് വരുന്നത്. അതായത് ഹൈ റെസൊല്യൂഷൻ 1080 ഹൈ റെസൊല്യൂഷൻ വെബ്ക്യാം എന്നാണ് ഇതിന്റെ ആ പേര് കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പവർ റേറ്റിംഗ് വരുന്നത് DC 5 വോൾട്ട് ആണ് ഇതിന്റെ പവർ റേറ്റിംഗ് വരുന്നത്. പിന്നെ ഇതിന്റെ കോമ്പാക്റ്റബിലിറ്റി, അതായത് വെബിനാറിന്, എഡ്യൂക്കേഷൻ, ട്യൂട്ടോറിയൽസ്, വീഡിയോസ്, ഓൺലൈൻ ക്ലാസ്സുകൾ, അങ്ങനത്തെയൊക്കെ ചെയ്യാനായിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അതേപോലെ ട്രൂ 1080p വൈഡ് ആംഗിൾ ലെൻസ് ആണ് ഇതിൽ വരുന്നത്. അതേപോലെ നമുക്ക് വരുന്നത് ഫുൾ HD-യിലും നമുക്ക് വീഡിയോ കോളിംഗിനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഹൈ ക്വാളിറ്റി USB മൈക്രോഫോൺ ആണ് ഇതിൽ വരുന്നത്. നല്ലൊരു പ്രീമിയം സൗണ്ട് കിട്ടാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹിഡൻ ലെൻസ് ഡിസൈൻ ഫോർ ഡസ്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഹിഡൻ ലെൻസും ഇതിന്റെ ഒപ്പം തന്നെ അതിന്റെ മുകൾ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് H264 എന്ന് പറയുന്ന വീഡിയോ കംപ്രഷൻ മെത്തേഡ് ഉള്ള ഒരു വെബ്ക്യാം ആണ് വരുന്നത്. അതായത് ഹൈ റെസൊല്യൂഷനിൽ 4K അല്ലെങ്കിൽ 8K വരുന്ന വീഡിയോ റെസൊല്യൂഷൻസ് നമുക്ക് അതേ ക്ലാരിറ്റിയിൽ തന്നെ അതായത് കുറഞ്ഞ ബാൻഡ് വിഡ്ത്തിലും അതേ ക്ലാരിറ്റി കീപ്പ് ചെയ്യുന്ന ചെറിയൊരു ടെക്നോളജിയാണ് ഈ പറയുന്ന H264 എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി. അപ്പോൾ അതിലൂടെയും വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു വെബ്ക്യാം ആണ്. അതായത് പ്രൊഫഷണൽ ലെവലിൽ വീഡിയോ കോളിംഗിന് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ്ങിന് അനുവദിക്കുന്ന ഒരു ചെറിയൊരു ടെക്നോളജിയാണ് അത്. പിന്നെ വരുന്നത് പെർഫെക്റ്റ് ഗ്രിപ്പ്, അതായത് നമ്മുടെ LCD-യിലേക്കും ലാപ്ടോപ്പിലേക്കും CRT മോണിറ്ററിലേക്കും ഒരേപോലെ ക്ലിപ്പ് ചെയ്യാവുന്ന ആ ഒരു ഗ്രിപ്പാണ് പറയുന്നത്. പിന്നെ വീഡിയോ ആപ്സ്, സൂം, ഗൂഗിൾ ഡ്യൂ, സ്കൈപ്പ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, പിന്നെ എക്സെട്ര കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാത്തിലേക്കും നമ്മളുടെ ഇപ്പോഴത്തെ ഒരുവിധം എല്ലാം വീഡിയോ ചാറ്റിങ്ങിനുള്ള ആപ്ലിക്കേഷൻസിലേക്കും സൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഒരു വെബ്ക്യാം ആണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. കാണാൻ നല്ല വൃത്തിയുള്ള നല്ലൊരു ഡിസൈനാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കാണുന്നില്ലേ? അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് പറഞ്ഞത് യൂണിവേഴ്സൽ ഗ്രിപ്പ് എന്ന് പറഞ്ഞത്. നമുക്ക് ലാപ്ടോപ്പിലാണെങ്കിലും CRT മോണിറ്ററിലാണെങ്കിലും LCD മോണിറ്ററിലാണെങ്കിലും ഒരേപോലെ കണക്ട് ചെയ്യാവുന്ന നല്ലൊരു ഗ്രിപ്പാണ്. ഇവിടെ നല്ലൊരു റബ്ബറിൻ്റെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. നമുക്കിത് വീണ് പോകാതിരിക്കാനായിട്ട് ഫ്രണ്ടിലും അതേപോലെ തന്നെ റബ്ബറിൻ്റെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു നീളമുള്ള നല്ലൊരു കേബിളാണ് വരുന്നത്. കേബിളിൻ്റെ ലെങ്ത്തും നമുക്കൊന്ന് നോക്കി നോക്കാം. അത്യാവശ്യം ഒരു 1 മീറ്ററോളം നീളം അതിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒരു താങ്ക് യു കാർഡും പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വരുന്നുണ്ട്. സാധാരണ വെബ് ക്യാമിലൊക്കെ വരുന്ന പോലെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡിസ്ക് ഒന്നും നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല.
വെച്ചാൽ ഓട്ടോ ഡിക്കറ്റിംഗ് ആണ്, അതായത് പ്ലഗ് ആൻഡ് പ്ലേ മെത്തേഡാണ് ഇതിൽ വരുന്നത്. ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർ, അതായത് വിൻഡോസിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കോമ്പാക്റ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു വെബ് ക്യാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് വെച്ച് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക, നല്ലൊരു ഇതിൽ LCD മോണിറ്ററിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലാപ്ടോപ്പിലായാലും CRT മോണിറ്ററിലായാലും നല്ല രീതിയിൽ തന്നെ ഇത് അവിടെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വെബ് ക്യാമറയുടെ ക്ലാരിറ്റി ഒന്ന് നോക്കി നോക്കാം. സാധാരണ വെബ് ക്യാമറയിൽ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് മൈക്രോഫോണിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പിന്ന് വരാറുണ്ട്. ഇത് അത് വരുന്നില്ല. അതായത് മൈക്രോഫോണിനും ഇതിലേക്കുള്ള പവറിനും വേണ്ടിയിട്ട് ഒറ്റൊരു USB കേബിൾ തന്നെയാണ് ഇതിൽ വരുന്നുള്ളൂ. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കി നോക്കാം. കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് കണക്റ്റഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത്. നല്ലൊരു ടോപ്പ് ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നമുക്ക് ഈ വെബ് ക്യാം ഇത് നമുക്ക് കിട്ടുന്നത്. നമുക്കൊന്ന് ഇതിൻ്റെ വീഡിയോ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ മുഴുവനും നമ്മുടെ ഈ വെബ് ക്യാമിൻ്റെ ദൃശ്യങ്ങളാണ്. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഈ പറയുന്ന HD 1080p വർക്ക് ചെയ്യുന്ന നല്ലൊരു ക്യാമറയായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടുന്നില്ലേ? എന്താ അപ്പുറത്ത് കാണുന്ന സർവീസ് റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നല്ലൊരു വീഡിയോ റെക്കോർഡിങ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാമറയുടെ നല്ലൊരു ക്ലാരിറ്റിയോട് കൂടിയ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വെബ് ക്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2200 താഴേക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. MRP നോക്കണ്ട, MRP 3000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതിന് റേറ്റ് എത്രയേ വരുന്നുള്ളൂ. ഇതിൻ്റെ ആമസോൺ ലിങ്കും ഞാനിടാം. അല്ലാതെ ലോക്കൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും പ്രൈസ് വരുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ക്യാമറയുടെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊരു അൺബോക്സിങ് വീഡിയോ കൂടിയുണ്ട്. അതായത് നമ്മളുടെ ഫിംഗേഴ്സിൻ്റെ ഹെഡ്സെറ്റ് വരുന്നുണ്ട്. ഷോ സ്റ്റോപ്പർ H5 എന്ന് പറയുന്ന നമുക്ക് ആ ഹെഡ്സെറ്റ് കൂടി നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇനി മറ്റേ ക്യാമറയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ വീഡിയോ റെക്കോർഡിങ്, അതായത് നമ്മളുടെ ആ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ സ്ക്രീനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഫിംഗേഴ്സിൻ്റെ ആ ഒരു ഹെഡ്സെറ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. 899 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ഫിംഗേഴ്സിൻ്റെ ഷോ സ്റ്റോപ്പർ H5 എന്ന് പറയുന്ന വയേർഡ് ഹെഡ്സെറ്റാണിത്. നമുക്ക് വരുന്നത് ഏകദേശം ഒരു 1 year വാറണ്ടിയാണ് വരുന്നത്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹെഡ്സെറ്റാണ്. നമ്മൾ ഇതിന് മുൻപും ഇതേപോലത്തെ ഒരു ഹെഡ്സെറ്റിൻ്റെ വീഡിയോ നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ആ ഒരു സ്പീക്കേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചാൽ മതി. പിന്നെ നമുക്ക് ഈ സൈഡ് നമുക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊണ്ടു നടക്കാനും നല്ല എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് ആ ഒരു കേബിളും കിട്ടുന്നുണ്ട്. ഇതേപോലെ 3.5 mm ഒരു കേബിളും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള, അതായത് ഏകദേശം ഒരു 1 മീറ്ററോളം ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുൻപും H5 എന്ന് പറയുന്ന, ഇത് H5 ആണ് വരുന്നത്. H6 എന്ന് പറയുന്ന ഒരു ഹെഡ്സെറ്റിൻ്റെ റിവ്യൂ നമ്മൾ മുൻപ് ചെയ്തിരുന്നു. നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ചെവിയുടെ ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ചില ഹെഡ്സെറ്റുകൾക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു മെറ്റീരിയൽ പൊളിഞ്ഞു പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റു ചില ബ്രാൻഡുകളിലെ ചില ഒരു മോഡൽസ്, അതായത് ഇവിടെ പൊളിഞ്ഞു പോകുന്നുണ്ട്. അതായത് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ നമ്മുടെ ഈ സ്പീക്കർ നമ്മുടെ ഈ ഒരു ചെവിയുടെ ഭാഗത്ത് വരുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ ഒരു റെക്സിൻ ഷീറ്റ് പോലെ വരുന്ന ആ ഒരു മെറ്റീരിയൽ, എനിക്ക് മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയില്ല. ആ ഒരു ഭാഗം പൊളിഞ്ഞു പോകും. ഞാൻ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റുകളും പലതും, അതായത് ഒരു 2-3 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഭാഗം പൊളിഞ്ഞ് നമ്മുടെ ഈ ചെവിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്തിരിക്കും. വെക്കാൻ നല്ല സുഖമാണ്, പക്ഷേ ആ ഒരു ഭാഗം പൊളിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ജസ്റ്റ് 3.5 നമുക്ക് ഇതിൽ ജസ്റ്റ് ഒന്ന് ഇൻസർട്ട് ചെയ്യാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. 2 സൈഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇത് നമുക്കൊന്ന് കേട്ട് നോക്കാം.
നമുക്ക് ഇതിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സൗണ്ടാണ് വരുന്നത്. അത്ര പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സോങ്സ് വെച്ച് നോക്കി, അതുപോലെ വോയിസ് വെച്ച് നോക്കി, അത്യാവശ്യം നല്ലൊരു സൗണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് മ്യൂസിക് അത്രയ്ക്കും ആസ്വദിക്കാനായിട്ട് എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് താല്പര്യപ്പെട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഇതിൽ നിന്നും വരുന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യം കമ്പ്യൂട്ടറിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നോർമൽ കേസിൽ നമ്മളുടെ ഒരു ലാപ്ടോപ്പിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു PC യിലേക്കോ കണക്ട് ചെയ്ത് അത്യാവശ്യം, അതായത് കൃത്യമായൊരു എന്താ പറയുക മ്യൂസിക് ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ഇഷ്ടമായി എന്ന് വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇഷ്ടമാവില്ല. പക്ഷേ സാധാരണ രീതിയിലുള്ള ഒരു യൂസർക്ക് നല്ലൊരു സൗണ്ടും അതേപോലെ നല്ലൊരു വോയിസ് ക്ലാരിറ്റിയും ഇത് നൽകുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മോഡൽ ഒന്നുകൂടി വായിക്കാം. ഷോ സ്റ്റോപ്പേഴ്സ് H5 എന്നാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹെഡ്സെറ്റാണ്, ക്വാളിറ്റിയുടെ കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു മോഡലാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ 2 ഡിവൈസുകളെ കുറിച്ചിട്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഓർമ്മിപ്പിക്കണം. പല വീഡിയോസിലും എനിക്ക് കമൻസ് കിട്ടാറുണ്ട്. ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഞാൻ റിവ്യൂ ചെയ്തെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ചില ഭാഗങ്ങൾ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഏതെങ്കിലും കമൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാനത് ക്ലിയർ ആക്കാം. എല്ലാം കൂടി പെർഫെക്റ്റ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം H6 എന്ന് പറയുന്ന ഒരു ഹെഡ്സെറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ സൗണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അത് നമ്മുടെ സുഹൃത്ത് നമ്മുടെ കമൻറ്റിലൂടെ നമ്മളെ അറിയിച്ചു. ഞാൻ അന്നത് പറയാത്തതിന് കാരണം ഞാനൊരു ചെറിയൊരു വോയിസ് കുഴപ്പമില്ല, അതായത് അത്യാവശ്യം നല്ല സൗണ്ട് മാത്രമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളെ അത് കേൾപ്പിച്ച് തരാനോ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളുടെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഹെഡ്സെറ്റുകളെല്ലാം മ്യൂസിക് ആസ്വാദനം എന്ന് ഉള്ള ഒരു ഇതല്ലാതെ അത്യാവശ്യം നല്ല സൗണ്ട് മാത്രമാണ് കൂടുതലായിട്ടും വരുന്നത്. ഇപ്പോൾ നമ്മുടെ കൃത്യമായൊരു വോയിസ് ചിലപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല, പക്ഷേ നമുക്ക് ലാപ്ടോപ്പിലേക്കും നമുക്ക് ഡെസ്ക്ടോപ്പിലേക്കും അനുയോജിച്ചതാണ്. സാധാരണ യൂസറെ സംബന്ധിച്ച് മ്യൂസിക് ആസ്വദിക്കുന്നവർ, ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് മ്യൂസിക് കൃത്യമായി ആസ്വദിക്കുന്നവർക്ക് ഒരു പക്ഷേ ഈ ഒരു റേഞ്ചിലുള്ള ഹെഡ്സെറ്റുകൾ നമുക്കൊന്നും ഇഷ്ടപ്പെട്ട് എന്ന് വരില്ല. നമുക്കിത് സാധാരണ ഒരു ഇതിന് നമുക്ക് വോയിസും അതുപോലെ മ്യൂസിക്കും പക്ക ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫിലിം കാണാനായിട്ടാണെങ്കിലും എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റു കാര്യം ഞാൻ വിട്ടുപോയത്, ഇത് സിംഗിൾ പിൻ കണക്ടറാണ് കേട്ടോ വരുന്നത്. അതായത് ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു പിന്ന് വരുന്നത്. അതായത് സിംഗിൾ പിന്നാണ്. മൈക്കിനും ഹെഡ്സെറ്റിനും സെപ്പറേറ്റ് ആവാതെ ഇത് രണ്ടും കൂടി ഒരൊറ്റ പിന്നിലാണ് ഇത് വരുന്നത്. അപ്പോൾ അത് ഞാൻ നേരത്തെ എടുത്ത് പറയാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ ലാപ്ടോപ്പുകൾക്ക് ഇത് ഓക്കെ ആയിരിക്കും, എന്നുവെച്ചാൽ സിംഗിൾ പിന്നായ കാരണം ഓക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഹെഡ്സെറ്റ് വാങ്ങുമ്പോൾ 2 ടൈപ്പ് വരുന്നുണ്ട്, സിംഗിൾ പിൻ വരുന്നുണ്ട്, ഡ്യുവൽ പിൻ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി വാങ്ങാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ഈ 2 പ്രൊഡക്റ്റുകളും നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റുകളാണ് ഫിംഗേഴ്സിൻ്റെ. ഇനിയും ഫിംഗേഴ്സിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയണം ഇത് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ.